സ്കൂൾ ബസിന്റെ ഹോൺ മുഴങ്ങി. പോം പോം. പക്ഷേ ആദം പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. അമ്മേ, എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട, എനിക്ക് വയ്യ, ഉറങ്ങണം, അവൻ പിറുപിറുത്തു. ബസ് കുറച്ചുനേരം ഹോൺ അടിച്ചിട്ട് പോകുന്നു. ആദം വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. പെട്ടെന്ന് അവന്റെ ജനലിനരികിൽ ഒരു കഠിനമായ ശബ്ദം കേട്ടു. ടക് ടക് ടക്. ആദം കണ്ണു തിരുമ്മി നോക്കി. അവിടെ ഒരു ചെറിയ മരംകൊത്തി പക്ഷി ജനലിന്റെ ഗ്ലാസിൽ കൊത്തുകയായിരുന്നു. ആദം ചോദിച്ചു, നീ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ കഷ്ടപ്പെടാൻ? മരം കൊത്തി പറന്നുപോയി. ആദം പതുക്കെ എഴുന്നേറ്റ് മുറ്റത്തെ മാവിൻ ചുവട്ടിൽ പോയിരുന്നു. അവിടെ കുറേ ഉറുമ്പുകൾ വരിയായി നീങ്ങുന്നുണ്ടായിരുന്നു. ചെറിയ ഒരു ഉറുമ്പ് ഒരു വലിയ ബിസ്ക്കറ്റ് കഷ്ണവുമായി കിതച്ചു നീങ്ങുന്നത് ആദം കണ്ടു. ആദം ചോദിച്ചു, ഉറുമ്പേ, നീ എന്തിനാ ഇത്ര വലിയ ഭാരം ചുമക്കുന്നത്? നിനക്ക് വീട്ടിൽ കിടന്നുറങ്ങിക്കൂടെ? ഉറുമ്പ് പറഞ്ഞു, ഇല്ല ആദം, ഇന്ന് ഞാൻ കഷ്ടപ്പെട്ടാലേ മഴക്കാലത്തെ എനിക്ക് ഭക്ഷണം കിട്ടൂ. ഇപ്പോൾ മടിച്ചിരുന്നാൽ പിന്നീടെനിക്ക് സങ്കടപ്പെടേണ്ടിവരും. അടുത്തുകൂടി പറന്നുവന്ന ഒരു തേനീച്ചയും മൂളി, ശരിയാണ് ആദം, ഓരോ പൂവിലും പോയി തേൻ ശേഖരിച്ചാലേ ഞങ്ങൾക്ക് മധുരമുള്ള തേൻ കിട്ടൂ. മടിയന്മാർക്ക് ജീവിതത്തിൽ ഒരു മധുരവും കിട്ടില്ല. ആദം ചിന്തിച്ചു, ഈ ചെറിയ ഉറുമ്പിനും തേനീച്ചയ്ക്കും ഇത്രയും ഉത്സാഹമുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ മടിച്ചിരിക്കുന്നത്? അവൻ ഓടിപ്പോയി മുഖം കഴുകി. ചിതറിക്കിടന്ന പുസ്തകങ്ങളെല്ലാം ബാഗിൽ അടുക്കി വെച്ചു. അടുത്ത ദിവസം രാവിലെ അലാറം അടിക്കുന്നതിനു മുൻപേ ആദം എഴുന്നേറ്റു. അവൻ കുളിച്ച് റെഡിയായി ബസ് വരുന്നതിനു മുൻപേ ഗേറ്റിൽ കാത്തുനിന്നു. സ്കൂളിലെത്തിയപ്പോൾ ടീച്ചർ എല്ലാവരോടും ചോദിച്ചു, കുട്ടികളെ, ഇന്നാർക്കാണ് ഏറ്റവും നല്ലൊരു കഥ പറയാൻ കഴിയുക? ആദം പതുക്കെ എഴുന്നേറ്റ് താൻ കണ്ട ഉറുമ്പിന്റെയും തേനീച്ചയുടെയും കഥ എല്ലാവർക്കും പറഞ്ഞുകൊടുത്തു. താൻ എങ്ങനെയാണ് മടി മാറ്റിയതെന്നും അവൻ വിവരിച്ചു. കഥ കേട്ട് ടീച്ചറും കൂട്ടുകാരും കൈയടിച്ചു. ടീച്ചർ തന്റെ മേശയ്ക്കുള്ളിൽ നിന്ന് തിളങ്ങുന്ന ഒരു നക്ഷത്ര മെഡലെടുത്തു. എന്നിട്ട് ആദത്തിന്റെ ഷർട്ടിൽ അത് കുത്തിക്കൊടുത്തു. ആദം, സ്വന്തം തെറ്റ് തിരുത്തി ഏറ്റവും ഉത്സാഹത്തോടെ സ്കൂളിലെത്തിയ നിനക്കാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ അവാർഡ്, ടീച്ചർ പറഞ്ഞു. ആദത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. തന്റെ ഷർട്ടിലെ ആ തിളങ്ങുന്ന നക്ഷത്രത്തിലേക്ക് നോക്കി അവൻ വിചാരിച്ചു, ഇനി ഒരിക്കലും ഞാൻ മടിയനാകില്ല. ഉറുമ്പിനെപ്പോലെ എന്നും ഉത്സാഹമുള്ളവനായിരിക്കും. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്തു മനസ്സിലായി? മടി മാറ്റി ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ വലിയ അംഗീകാരങ്ങളും സന്തോഷവും നമ്മെ തേടിയെത്തും.